ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ് കേട്ടോ. നമ്മുടെ മുടിയുടെയും പിന്നെ സ്കിന്നിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡിൽ വിറ്റാമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കാനും പെട്ടെന്ന് മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറി ഹെൽത്തി ഷൈൻ ഹെയർ ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ സാഗിങ് ഒക്കെ മാറ്റി ടൈറ്റൻ ആയിരിക്കാനും സ്കിൻ ലൈറ്റ് ആവാനും ക്ലിയർ ആവാനൊക്കെ ഒരുപാട് നല്ലതാണ് ഫ്ലാക്സീഡ് ജെല്ല്. പിന്നെ ഇത് പുറമെ മാത്രം തേക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിലേക്കും കഴിക്കുന്നത് നല്ലതാട്ടോ. ഷുഗറൊക്കെ കുറഞ്ഞ് വെയിറ്റ് ലോസ് ആവാനും യങ് ആയിട്ടിരിക്കാനും പിന്നെ ഹാർട്ട് ഡിസീസിനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ മുടിയുടെയും സ്കിന്നിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് പുറമേയുള്ള സംരക്ഷണം മാത്രം പോരാ, ഭക്ഷണം, സ്ട്രെസ്സ്, ഉറക്കക്കുറവ് ഇതെല്ലാം കറക്റ്റ് ആവണം. ഇതിൽ കൂടെ നമ്മൾ കെയറിങ് കൂടി കൊടുക്കുമ്പോൾ നമുക്ക് എന്നും അത് നിലനിർത്താൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം, പ്യുവർ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് ഫ്ലാക്സീഡ് ജെൽ നമുക്ക് അതിലിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഒരു 7-8 മിനിറ്റ്സ് തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ജെല്ലിങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, ഇളക്കാതിരിക്കരുത്. നല്ലോണം ഇളക്കി അതിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ജെല്ല് അതിൽ നിന്ന് കിട്ടും. അത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നല്ലോണം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഈ ജെല്ല് റെഡി ആയതിനു ശേഷം കാണിച്ചു തരാം. അപ്പോൾ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ജെല്ല് നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നല്ലോണം ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു തുണി വെച്ചിട്ട് ഇത് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ. ഇത് ഫിൽറ്റർ ചെയ്യാതെ ഈ ജെല്ല് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ നല്ലത് ഫിൽറ്റർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു സീഡ് നമ്മുടെ മുടിയിലും സ്കിന്നിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കത് കഴുകി കളയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ ഒരു വൈറ്റ് തുണിയിൽ വെച്ചിട്ട് നമുക്ക് വൈറ്റോ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലോണം അമർത്തി അതിനകത്ത് ജെല്ലൊക്കെ നമുക്ക് എടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിൽറ്റർ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലുള്ളൊരു ജെല്ലാണ് കിട്ടുക. ഇത് നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ തന്നെ മുടിയിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം. ഹലോ, അപ്പോൾ നമുക്ക് ഈ ജെല്ല് അപ്ലൈ ചെയ്താലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവട്ടോ നമുക്ക് കിട്ടുക. കറ്റാർവാഴ ജെല്ലൊക്കെ പോലെ അതിനേക്കാളും നല്ല തിക്നെസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ആവുക. അപ്പോൾ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഒരു ചീർപ്പ് എടുത്തിട്ട് മുടി 2 സെക്ഷൻ ആക്കിയിട്ടിട്ട് മുടിയുടെ സ്കാൽപ്പിലും റൂട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുടി ഡിവൈഡ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയുടെ സ്കാൽപ്പിലും റൂട്ടിലൊക്കെ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുടിയുടെ സ്കാൽപ്പിലും റൂട്ട്സിലും എല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഹെയറിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. കണ്ടീഷണർ ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലാക്സീഡ് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് മുടിക്ക് കണ്ടീഷനിങ് തരുന്നൊരു സംഭവമാണ്. അത് കാരണം കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. For someone who cares about you, 'cause all you say is just a lie. 'Cause I'm so fed up of this situation.
നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ച് മുകളിലോട്ട് ഇനി അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി അതിൻ്റെ ബാലൻസ് ഉള്ള കുറച്ച് ജെല്ലുണ്ട്, അത് നമുക്ക് മുഖത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക, കണ്ണിനടിയിലും കണ്ണിന് മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊന്നും വയ്ക്കേണ്ട, 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാൻ തുടങ്ങും. മുഖത്തൊരു പ്ലാസ്റ്റിക് കവർ വെച്ച പോലത്തെ ഒരു ഫീൽ, ഒട്ടിച്ച് വെച്ച പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ തന്നെ നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഹെയറിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുഖത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആവും. അപ്പോൾ നമുക്കത് വൈപ്പ് ചെയ്ത് കളയാം. എൻ്റെ മുഖത ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ മുഖം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഒട്ടിച്ച പോലെ ക്ലിയർ ഗ്ലാസ് പോലെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്കിതുപോലെ കോട്ടൺ തുണി വെച്ചിട്ട് അത് വൈപ്പ് ചെയ്ത് വാഷ് ചെയ്ത് കളയണ്ട കേട്ടോ. എപ്പോഴും നമ്മൾ ഫേസ് പാക്കോ ഫേസ് മാസ്കോ എന്ത് യൂസ് ചെയ്യണമെങ്കിലും കോട്ടൺ പാഡ് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഒന്ന് നനച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ കോട്ടൺ പാഡ്സ് ഒന്നും ഇല്ല, അത് കാരണമാണ് ഞാൻ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാരണ പഞ്ഞി ആയാലും മതി, അതിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് മുഖമൊക്കെ വൈപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ കേട്ടോ. അപ്പോൾ കോട്ടൺ തുണി വെച്ചിട്ട് ഞാൻ മുഖത്തെ ജെല്ല് മൊത്തം വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പ്യുവർ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി, മുഖം കഴുകിയാൽ മതി. ഇപ്പോൾ തലയിൽ അവിടെ ഇരുന്നോട്ടെ, ഹെയറിൽ അത് പിടിക്കുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പം നമുക്ക് മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആയ പോലെ ഉണ്ടാവും അല്ലേ, സോഫ്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ നമുക്കിനി മുടിയും കൂടി വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. Save the stories for someone else, for someone else. ഹാഫ് ആൻഡ് ഹവറിന് ശേഷം ഇത് മുടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ലുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. നേരത്തെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മുടി ഭയങ്കര ഡള്ളായിട്ടായിരുന്നു ഇരുന്നത്, ഭയങ്കര ഫ്രീസി ഹെയർ ആയിട്ടും ഡള്ളായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുടിക്ക് കുറച്ച് ജീവനൊക്കെ വന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. മുടി ഭയങ്കര തിക്നെസ് വരാനും മുടി വളരാനും പിന്നെ എല്ലാത്തിനും നല്ല omega-3 ഫാറ്റി ആസിഡ്സും വിറ്റാമിൻ ഇ കണ്ടൻസൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് വളരെ നല്ലതാണ് സ്കിന്നിനും ഹെയറിനൊക്കെ. വെയ്റ്റ് ലോസിനും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വീക്കിലി ഒരു 2-3 ടൈംസ് ഒക്കെ ചെയ്താൽ മതി. Why you gotta say all these things that just aren't true?